നമസ്കാരം സർ. നമസ്കാരം. മുംബൈ ഭീകരാക്രമണത്തിന് റാണയാണ് സൂത്രധാരൻ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പിന്നിൽ ആര് കളിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. റാണ സത്യത്തിൽ മൊഴിയെടുക്കുന്നതിനോടൊന്നും സഹകരിക്കുന്നില്ല എന്ന വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിൽ സാറിന്റെ വിശകലനം എങ്ങനെയാണ് ഈ ഒരു ഭീകരാക്രമണത്തോടും അതിന്റെ പിന്നിൽ കളിച്ചവരോടും ഉള്ളത്? ഇങ്ങനത്തെ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ അത് ചെയ്ത ആൾക്കാരുടെ നേരെ അല്ല നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ശരിയാണ്, കസബിനെ പിടിച്ചു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കസബിനെ പിടിക്കുമ്പോൾ കസബിനെ കയ്യിൽ കിട്ടിയതൊരു ലക്കായിരുന്നു. തുക്കാറാം മോംബ്ലെക്കാരനെ നമ്മൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയണം എന്തായാലും. ബിക്കോസ് അദ്ദേഹം എങ്ങാൻ കസബിനെ പിടിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് കസബിനെ ഒരു ഹിന്ദു ആക്കി മാറ്റിയേനെ, ഒരു RSS കാരനാക്കി മാറ്റിയേനെ. അതായിരുന്നു ഇവരുടെ സ്ട്രാറ്റജി. ബിക്കോസ് ഈ ടെറർ അറ്റാക്ക് നടന്ന് ഒരു മാസത്തിനുള്ളിൽ ദിഗ്വിജയ് സിംഗ് ഒരു പുസ്തകം ഇറക്കി, കുറെ മുല്ലാസിന്റെ കൂടെ, മുസ്ലിം മുല്ലാസിന്റെ കൂടെ, RSS കി സാസിഷ് തന്നെ. RSS ആണ് ഇതിന്റെ പിന്നിൽ 26/11. അതിന്റെ വീഡിയോ ഇപ്പോഴും വൈറലായിട്ട് നടക്കുന്നുണ്ട്. ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനല്ല, ഈ 26/11 നടത്തിയത് RSS കാരാണെന്നുണ്ട്. പക്ഷെ ദിഗ്വിജയ് സിംഗിന്റെ കഷ്ടകാലത്തിന് റാണയും പിടികിട്ടി. അതിനു മുമ്പ് ഡേവിഡ് കോൾമൻ ഹെഡ്ലി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഡേവിഡ് കോൾമൻ ഹെഡ്ലി എന്ന് പറഞ്ഞ ആള് റാണയും ഇവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു സ്കൂളിലുള്ളപ്പോൾ പാകിസ്ഥാൻ. ഡേവിഡ് കോൾമൻ ഹെഡ്ലി എന്നായിരുന്നില്ല എൻ്റെ ദാവൂദ് ഗിലാനി എന്നായിരുന്നു പേര്, ഒറിജിനൽ പേര്. അദ്ദേഹത്തിന് അമ്മ ഒരു അമേരിക്കൻ സ്ത്രീയായിരുന്നു, അച്ഛൻ ഒരു മുസ്ലിം ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് പിന്നെ US പോയിട്ട് അവിടെ പാകിസ്ഥാനി എംബസിയിലാണ് ഈ സ്ത്രീ വർക്ക് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് മിസ്സസ് ഹെഡ്ലി, തഹൂർ റാണയുടെ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുടെ അമ്മ. പക്ഷെ നമുക്ക് ആ ഒരു കൺവിക്ഷൻ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും ഒരു നോർവീജിയൻ ന്യൂസ് പേപ്പറിന്റെ മേലെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന, നമ്മളെല്ലാവർക്കും അറിയാം, ചാർലി ഹെബ്ഡോന്റെ ഒരു ഫ്രഞ്ച് ന്യൂസ് പേപ്പറിൽ ഒരു പ്രോഫറ്റ് മുഹമ്മദിനെ പറ്റി ഒരു കാർട്ടൂൺ പബ്ലിഷ് ചെയ്തപ്പോൾ അവിടുത്തെ എഡിറ്ററിനെയും കാർട്ടൂണിസ്റ്റിനെയും എല്ലാവരും കൊന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ് പോയിട്ട്. ഇത് അതേമാതിരി വേറൊരു കാർട്ടൂൺ ഈ പറഞ്ഞ വേറൊരു ഡാനിഷ് ഒരു നോർവീജിയൻ ന്യൂസ് പേപ്പറിൽ വന്നപ്പോൾ കോപ്പൻഹേഗനിൽ പോയിട്ട് കൊല്ലാൻ നോക്കി ഇവർ രണ്ടുപേരും കൂടി പോയിട്ട്. അത് വേറൊരു ആൾക്കാരെ ഉപയോഗിച്ച് കൊല്ലാൻ നോക്കി, പക്ഷെ നടന്നില്ല. അത് ആ കേസിലാണ് ഇവർ രണ്ടുപേരും US അറസ്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് തഹൂർ റാണയും ഡേവിഡ് കോൾമൻ ഹെഡ്ലിയും. തഹൂർ റാണ നമുക്കറിയാം ISI മിലിറ്ററി ഡോക്ടറായിരുന്നു പണ്ട്, പാകിസ്ഥാൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് US പോയത്. അത് മാത്രമല്ല, തഹൂർ റാണയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം ലഷ്കർ എ തോയ്ബയാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത്, പാകിസ്ഥാൻ ആർമിയുടെ ഇൻപുട്സ് കൊടുത്തത്. ഇപ്പൊ ഈ തഹൂർ റാണ മുംബൈയിൽ വന്നപ്പോഴും പിന്നെ കൊച്ചിയിലേക്ക് വന്നപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ഡൽഹി പോയിരുന്നു. ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്ത്യ ഗേറ്റ് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, കുറെ ടാർഗറ്റ്സ് ഇവർ പ്ലാൻ ചെയ്തിരുന്നു. അതിലാണ് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ലിയോപോൾഡ് കഫേ, ഹബാദ് ഹൗസ്, ട്രൈഡന്റ്, CST സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാന്നുള്ള പ്ലാൻ ഓഫ് താജ് ഫൈനലായിട്ടുള്ളത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു ഇപ്പോൾ ചോദിച്ച മാതിരി ആരാണ് ഇതിന്റെ പിന്നിൽ? ഇതിന് അറിയണമെങ്കിൽ ആൾക്കാർക്ക് നമ്മുടെ ആമസോണിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു പുസ്തകമുണ്ട്, RVS മണിയുടെ ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ. ഞാൻ നാട്ടിലുള്ളപ്പോൾ ജനം TV ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു അദ്ദേഹത്തിനോട് ഇംഗ്ലീഷിൽ. ആ വീഡിയോ എപ്പോഴും അവിടെ ഓടുന്ന നടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ അദ്ദേഹം വന്നപ്പോൾ അവിടെ വേറൊരു ചാനൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹമായിരുന്നു അണ്ടർ സെക്രട്ടറി ഹോം. 26/11 നടന്ന ദിവസം കൺട്രോൾ റൂമിലുണ്ടായിരുന്ന, ഡൽഹിയിലെ ഹോം മിനിസ്റ്ററുടെ കൺട്രോൾ റൂമിലുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നതിന്റെ പിന്നിൽ ആരൊക്കെയാണ്? പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ബോട്ട് ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ട് കെട്ടിയിട്ട് അവരെ പിടിക്കാൻ പോകുമ്പോൾ പിടിക്കരുതെന്ന് പറഞ്ഞ ആളാണ് ചിദംബരം. എന്തിനു ചെയ്തു? ആ ബോട്ടിലാണ് ഇവരൊക്കെ ഭീകരർ എല്ലാം ബോംബെയിലേക്ക് എത്തിയത്. രണ്ടാമത് NSG കമാൻഡോസിനെ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രാത്രി 12 മണിക്ക് അവർ റെഡിയായിരുന്നു മുംബൈ എയർപോർട്ടിൽ. 1.5 മണിക്കൂറിൽ അവർ ഡൽഹി പാലം ടെക്നിക്കൽ ഏരിയയിൽ 1.5 മണിക്കൂറിൽ അവർ മുംബൈയിൽ എത്തിയത്. പക്ഷെ അവരെ അവിടെ നിന്ന് വിട്ടില്ല. അവരെ ട്രിപ്പ് ഡിലേ ചെയ്തു, അവരെ ടേക്ക് ഓഫ് ഡിലേ ചെയ്തത് ശിവരാജ് പാട്ടീലായിരുന്നു. 2.5 മണിക്കൂർ തടഞ്ഞു നിർത്തി NSGയിൽ. എന്തിനാ തടഞ്ഞു നിർത്തി? അവിടെ ഒരു ആക്രമണം നടക്കുകയാണ്, ആൾക്കാരെ കൊല്ലുകയാണ് അവർ. ഇയാളവിടെ തടഞ്ഞു നിർത്തിക്കുന്നു. 2.5 മണിക്കൂർ ആ പ്ലെയിൻ പോകരുതെന്ന് പറഞ്ഞു. എന്താണ് ചെയ്യാൻ കാരണം? CISFനെ വിളിക്കാന്ന് പറഞ്ഞപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്നും ചേംബൂരിലുള്ള രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അവരെ വിളിക്കാന്ന് പറഞ്ഞു, CISF. അവർ കുറച്ചും കൂടി ക്ലോസ് കോമ്പാറ്റ് സെക്യൂരിറ്റിയിൽ അവർ കുറച്ച് എക്സ്പെർട്സ് ആണ്, അവരെ വരാൻ സമ്മതിച്ചില്ല. ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 161 പേര് കൊല്ലപ്പെട്ടു. ഈ പറഞ്ഞവരെല്ലാവരും പാകിസ്ഥാനിൽ വന്ന എല്ലാ ടെററിസ്റ്റ് എക്സെപ്റ്റ് കസബിനെ വിട്ട് ബാക്കി എല്ലാവരും കൊന്നു. പക്ഷേ ഇവർ ഈ വന്ന പയ്യന്മാർക്ക് കാശ് കൊടുത്ത്, ഡ്രഗ്സ് കൊടുത്ത്, അവർക്ക് കുറെ അവർ വീട്ടുകാരെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുണ്ട് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ട ആൾക്കാരാണ് ഇവര്.
പക്ഷെ അവര് ശരിയാണ്, അവരും ഈക്വലി ഗിൽറ്റിയാണ്. പക്ഷെ ഇവരെ പിന്നിൽ നിന്ന് കളിച്ച ആൾക്കാരാണ് നമുക്കറിയേണ്ടത്. അതിൽ ഡെഫിനറ്റ് ആയിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ കൈ ഉണ്ട്. അത് RVS മണിയുടെ പുസ്തകത്തിലുണ്ട്. ഈ റിപ്ലൈ, ഈ ബോട്ട് നിങ്ങൾ കണ്ടുവോ ഇന്ത്യൻ വാട്ടേഴ്സിൽ ഇവർ വന്ന തീവ്രവാദികൾ വന്ന ബോട്ട് നിങ്ങൾ കറാച്ചി വിട്ടപ്പോൾ നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ചതിന് ചിദംബരമാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. യെസ്, ഞങ്ങൾ കണ്ടു കെട്ടി ആ ബോട്ടിനെ, ഞങ്ങൾ അതിലുള്ള ആൾക്കാരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനെ വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ അതൊരു സസ്പീഷൻ മാത്രമായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഏതൊരു കള്ളന്റെ പിന്നെ ഒരു പോലീസുകാരൻ ഓടിയാലും പകുതി വഴിക്ക് ഓടിയിട്ട് പോലീസുകാരൻ പറയില്ല പൊക്കോട്ടെ അവന്ന് പറയില്ല, അവന് പിന്നിൽ തന്നെ ഓടും. ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെ ശിവരാജ് പാട്ടീലിന്റെ റോള്, മുംബൈയിലൊരു IAS ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ. അവർക്ക് 2 ആഴ്ച മുമ്പ് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് താജിന്റെ മേലെ ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നു. അവർ ആ ദിവസം അറ്റാക്ക് നടക്കുന്ന ദിവസം ആ ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിന് 15 മിനിറ്റിൽ അവർ ഇറങ്ങിപ്പോന്നു, ഒരു കുഴപ്പമില്ലാണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ റാണയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അറിയാം, റാണ ഇതിനു മുമ്പും US കോർട്ട് ഒരിക്കൽ ശിക്ഷിച്ചതാണ്. അപ്പോൾ ഈ ലീഗൽ ലാംഗ്വേജിൽ ഒരു ഡബിൾ ജെപ്പർഡി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ദാറ്റ് ഈസ്, ഒരാളെ ഒരിക്കൽ കൊന്ന് നിങ്ങൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ ആളുടെ മർഡർ നിങ്ങൾ പിന്നെ കൺവിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ ചെയ്തു കഴിഞ്ഞല്ലോ ഓൾറെഡി, രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ ഒരു കേസ് ഇടാൻ പറ്റില്ല. അതാണ് ഡബിൾ ജെപ്പർഡി എന്ന് പറഞ്ഞത്. അപ്പൊ റാണ പറഞ്ഞു, എന്നെ US കോടതി എന്നെ ശിക്ഷിച്ചു, എന്നെ ജയിലിലേക്ക് വിട്ടു, പിന്നെ ഞാൻ ഒരു ഗുഡ് ബിഹേവിയർ കോവിഡിന്റെ സമയത്ത് എന്നെ പുറത്തു വിട്ടതാണ്, പിന്നെ എങ്ങനെ നിങ്ങൾ ഇന്ത്യയിലേക്ക് എന്നെ പിന്നെയും അതേ ഇതിന് വിടാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് മോദി സർക്കാർ ഒരു ട്രിക്ക് കളിച്ചത്. മോദി സർക്കാരിന് മനസ്സിലായി ഇയാൾ ഇത് കണ്ടുകയറ്റി ഇയാളെ രക്ഷപ്പെടുന്നു വെച്ചിട്ട് ഇയാളുടെ നേരെ ഒരു ഫ്രോഡും ബാക്കിയുള്ള കുറെ കേസുകൾ ഉണ്ടായിരുന്നു. അതല്ല ഇദ്ദേഹത്തിന് നേരെ ആ US കോർട്ടിൽ ആ കേസുകൾ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ റാണയുടെ തലയിൽ കെട്ടിക്കിട്ടു. പക്ഷെ ഇപ്പൊ റാണ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലാണ്, NIAയുടെ കസ്റ്റഡിയിലാണ്. മിനിഞ്ഞാത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു ടെററിസ്റ്റിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഈ പറഞ്ഞ മാതിരി എനിക്കറിയില്ല, അദ്ദേഹത്തിന് ഓൾറെഡി കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പറയും ഞാനിതൊന്നും എനിക്കിപ്പം ഓർമ്മയില്ല, കുറെ കാലം മുമ്പ് നടന്നതാണ്, 10-15 കൊല്ലം മുമ്പ് നടന്നതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈയിൽ വന്നിട്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂടെ 66 പ്രാവശ്യം വർത്താനം പറഞ്ഞു. ഒരിക്കൽ പോയി താമസിച്ചത് താജിൽ തന്നെയാണ്. താജിൽ ഒരു കോൺഫറൻസ് നടത്താൻ പോകണു, കാനഡയിലേക്ക് പോകുന്നു. ഇദ്ദേഹം ഒരു ഇമിഗ്രേഷൻ സർവീസ് നടത്തിയായിരുന്നു റാണ. ആ ഇമിഗ്രേഷൻ സർവീസിന്റെ ഒരു കോൺഫറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിലേക്ക് പോകാനും അയർലൻഡിലേക്ക് പോകാനൊക്കെ നമ്മുടെ അവിടുത്തെ ഓരോ 5 നക്ഷത്ര ഹോട്ടലുകളിലേക്ക് ഒരു കോൺഫറൻസ് നടത്തും. നമ്മുടെ കുറെ കൺസൾട്ടൻസ് ഉണ്ട്, നാട്ടിലുണ്ട് അതുമാതിരി. അങ്ങനെ ഈ ഈ തഹൂർ റാണ നടത്തിയ ഒരു കോൺഫറൻസ് താജ് ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത് മുംബൈയിൽ. ആ ഒരു ദിവസം അവിടെ താമസിച്ച സമയത്ത് അദ്ദേഹം മൊത്തം എല്ലാ ഫ്ലോറും ചുറ്റി നടന്ന്, താജ് എന്ന് പറഞ്ഞ പഴയൊരു ഹോട്ടലാണ് താജ്മഹൽ. അതിന്റെ കോറിഡോർസ് ഒക്കെ പണ്ട് ബ്രിട്ടീഷുകാരെ കാലം തൊട്ടുള്ളതാണ്. വളരെ കഷ്ടമാണ്. ഈവൻ ഒരു നോർമൽ ആൾക്കടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഏത് ഫ്ലോറിൽ എങ്ങോട്ട് എത്തണം എന്നുള്ളൊരു വല്ലാത്ത അത് എല്ലാം കണ്ടുപിടിച്ച് റാണ എത്ര പേര് റിസപ്ഷനിൽ ഉണ്ടാവും, എത്ര സെക്യൂരിറ്റിക്കാരുണ്ടാവും, ബാഗേജ് സ്കാനിങ് ഉണ്ടോ, ഇതെല്ലാം കൺട്രോൾ റൂം, CCTV റൂം എവിടെയാണ്, ഇതൊക്കെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താണ് റാണ. അപ്പൊ റാണ ഇതൊന്നും ചെയ്തു. പക്ഷെ റാണയ്ക്ക് ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടോ? യെസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരന്ന് വൈകുന്നേരം ഇവർ വന്ന് ഇറങ്ങിയ 26/11 ദിവസം വൈകുന്നേരം വന്ന് ഇറങ്ങിയത് ഒരു കോളിവാടാന്ന് പറയും, ഒരു മത്സ്യ തൊഴിലാളി അവർ താമസിക്കുന്ന സ്ഥലമാണത്. നമ്മുടെ നാട്ടിലും കാണാൻ ഇപ്പം മുനമ്പം നമ്മൾ പറയാറില്ല, അങ്ങനത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്, വെഴിഞ്ഞം അങ്ങനത്തെ സ്ഥലത്ത്. അതിന്റെ ഉള്ളിക്കൂടെ, ആ കോളനിയുടെ ഉള്ളിക്കൂടെയാണ് നടന്നു പോയത് ഇവർ, 10-12 പേര് വലിയ വലിയ ക്രിക്കറ്റ് കിറ്റിന്റെ മാതിരി കിറ്റൊക്കെ എടുത്തിട്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടില് അങ്ങനത്തെ ഒരു 10 പേര് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയി. ആരായാലും ചോദിക്കും നിങ്ങൾ ആരാടാന്ന് ചോദിക്കും, ചോദിച്ചില്ല ഒരാൾ. അത് കഴിഞ്ഞ് 8 ടാക്സി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരാണ് ഹെൽപ്പ് ചെയ്തത്? താജിന്റെ ഉള്ളിൽ കൊണ്ട് ആയുധങ്ങൾ ഇവരെ കയ്യിലുണ്ടായിരുന്നില്ല. ഇവർക്ക് അവിടെ ചെന്നപ്പോൾ ആയുധങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആരോ അത് ഉള്ളിലേക്ക് എത്തിച്ചു. ആരാണ് എത്തിച്ചത്? ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ബിക്കോസ് നമുക്കറിയാം നമ്മുടെ അന്നത്തെ ബർഖാദത്തും പാർട്ടികളെല്ലാം കൂടി ലൈവ് ടെലികാസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു പാകിസ്ഥാനിലുള്ള അവരുടെ ഹാൻഡിലേഴ്സിന് ഒരു ചാൻസ് കൊടുത്തു. എന്തൊക്കെയാണ് നടക്കുന്നത്, എപ്പോഴാണ് NSG വരുന്നത്, അത് നടക്കും. അത് വേറൊരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇത് ബർഖാദത്ത് വേണമെന്ന് വെച്ച് ചെയ്താണോ? പിന്നെ കാർഗിൽ അതേ റിപ്പീറ്റ് ചെയ്തു ബർഖാദത്ത്. പിന്നെ ഇന്ത്യൻ ആർമിയുടെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു പാകിസ്ഥാനിക്കാർ. അപ്പൊ ഇങ്ങനെ കുറെ ലൂസൻസ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. റാണ പറയില്ല, അധികമൊന്നും വർത്താനം പറയില്ല. പക്ഷെ റാണയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എവിഡൻസ് ഓൾറെഡി NIA പണ്ട് US പോയി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. FBI കൂടെ ഇരുന്ന് റാണ ഇന്റർഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എവിടെയാണെന്ന് ആരും ചോദിക്കുന്നില്ല. അദ്ദേഹം 35 കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കുകയാണ് US പ്രസിഡന്റ്. ഈ ഡാനിഷ് ന്യൂസ് പേപ്പറിന്റെ മേലെ അറ്റാക്ക് നടത്താൻ പോയതും പിന്നെ മുംബൈയിൽ നടന്ന 26/11 ബിക്കോസ് ഇതിൽ 6 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു. ഈ താജിലുണ്ടായിരുന്ന 6 പേര്. ഒരാളെനിക്ക് തോന്നുന്നു ലിയോപോൾ കെഫേലെ കൊല്ലപ്പെട്ടു. ഈ 6 അമേരിക്കക്കാർ കൊല്ലുമ്പോൾ അമേരിക്കയിൽ അതൊരു ക്രൈം ആവും.
അങ്ങനെയാണ് ഇവർ രണ്ടുപേരെ ഒരു അഡീഷണൽ കേസിൽ ഇവർ FBI പിടിച്ച് ഉള്ളിട്ടത്. ആ ഒരു കേസിൽ, അങ്ങനത്തെ ഒരു കേസിലാണ് 35 കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ഡേവിഡ് കോൾമൻ ഹെഡ്ലി. റാണ അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, UPA ഗവൺമെന്റ് കുറെ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അവർ വിട്ടുകൊടുത്തില്ല. പക്ഷെ മോദി ഗവൺമെന്റ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പൊളിറ്റിക്കൽ പ്രഷർ ഉപയോഗിച്ച് ട്രംപിന്റെ അടുത്ത് പറഞ്ഞ് ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആണ്, അവിടുത്തെ ജഡ്ജസിനെ എല്ലാം പൊളിറ്റീഷ്യൻസ് ആണ് അപ്പോയിന്റ് ചെയ്യുക. ജസ്റ്റിസ് റോബർട്ട്സ്, ചീഫ് ജസ്റ്റിസ്, ഇപ്പോഴും ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ് ചെയ്ത ആള് ട്രംപ് ആയിരുന്നു. അപ്പോൾ നാച്ചുറലി ട്രംപ് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും. അങ്ങനെയാണ് അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുക. നമ്മുടെ അവിടുത്തെ മാതിരിയല്ല, മോദി പറഞ്ഞാൽ ഒന്നും അവിടുത്തെ ജഡ്ജിമാർ കേൾക്കില്ല, നമുക്കറിയാം. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ അവര് ദേശത്തിന് എന്താ വേണ്ടത്, എന്താണ് കറക്റ്റ് നോക്കുക, നിയമമല്ല അവർ നോക്കുകയല്ല. എന്നിട്ട് പറഞ്ഞു യെസ് ഈ ക്യാൻ ബി സെൻഡ് ബാക്ക്. അങ്ങനെയാണ് റാണ ഇന്ത്യയിലെത്തി. പക്ഷെ റാണയെ ഇന്ററോഗേറ്റ് ചെയ്ത് വരാൻ ഇനി കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ എന്തിനാ വന്നത്? ഇപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ തെലുങ്ക് ചാനൽ കുറേ പേര് എന്നോട് ചോദിച്ചു കാര്യം. ആൾക്കാരും ഞാൻ മലയാളിയാണ്, അപ്പം എന്നോട് ചോദിച്ചു എന്താണ് കൊച്ചിയിലേക്ക് പോകാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞു ഗസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞൂടാ. വന്ന് താമസിച്ച അതേ താജിന്റെ ഹോട്ടലിലാണ് താമസിച്ചത്, വേറെ താജ് നമ്മുടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലുള്ളത്. അവിടെ കൊച്ചിൻ നേവൽ ഹൈമൻ, നമുക്കറിയാം നേവിയുടെ വലിയൊരു കേന്ദ്രമാണ് കൊച്ചി. ഇനി അവിടെ അറ്റാക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ ഇവരുടെ, അവിടെ വല്ലതും ചെയ്യാനായിരുന്നു, അത് നമുക്ക് അറിയണം. അതേമാതിരി ഈ പറഞ്ഞ മാതിരി അവിടെ വന്നിട്ട് 6 പേരെ വിളിച്ചു. ആരായിരുന്നു? ഒരു നടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരാരായിരുന്നു? നമ്മുടെ മലയാളം മാധ്യമങ്ങൾ പത്തനത്തെ റാണയെ ഡിഫെൻഡ് ചെയ്യാണ്. അവിടുത്തെ നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റും ജിഹാദി കുറെ ചാനലുകളുണ്ട്. റാണയുടെ ഭാര്യയുടെ കൂടെ വന്നല്ല, അവിടെ വേറെ ഒരാളായിരുന്നു വന്നത് അന്നത്തെ ദിവസം. അവർ കാലത്ത് വന്ന് വൈകുന്നേരം റൂമിൽ നിന്ന് വിട്ടുപോയി, അവർ തിരിച്ചുപോയി. റാണ ആരൊക്കെ കണ്ടത്, ആരൊക്കെ വിളിച്ചത്, ഈ 6 പേരാരായിരുന്നു? പിന്നെ നമുക്കറിയാം അന്നത്തെ ഇവർക്ക് എങ്ങനെയാണ് വിസ കിട്ടിയത്. ബിക്കോസ് ഒരു പാകിസ്ഥാനി സിറ്റിസണിന് ഇന്ത്യയിലേക്ക് വിസ കിട്ടുന്നത് വല്ലാത്ത ഒരു ടഫ് പ്രൊസീജിയറാണ്. ഓഫ്കോഴ്സ് ഇവർ രണ്ടുപേരും കനേഡിയൻ US സിറ്റിസൺസ് ആണ്. പക്ഷെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ നമുക്ക്. ഇന്ത്യൻ കൺസുലേറ്റ് പേര് കണ്ടാൽ അറിയാലോ ഇവരെവിടെ നിന്ന് വന്നേക്കണേ എന്നുള്ളത്. ഡേവിഡ് കോൾമൻ ഹെഡ്ലി പാസ്പോർട്ട് മുൾക്ക് മാറ്റി. ദാവൂദ് ഗിലാനി എന്നുള്ള പാസ്പോർട്ട് സ്ക്രാപ്പ് ചെയ്തിട്ട് ഡേവിഡ് കോൾമൻ ഹെഡ്ലി എന്നാക്കി. അതും ഇന്ത്യൻ എംബസി പിടിച്ചില്ല. ഇതാണ് നമുക്ക് ഇവിടെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ആരാണ് ഇവർക്ക് വിസ കൊടുത്തത്? അന്നത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒരു മലയാളിയെ. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ റോൾ എന്താ? അദ്ദേഹം ഇപ്പൊ ഇല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു? ഇത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ആരാണ് ഈ വിസ റെക്കമെൻഡ് ചെയ്ത ആൾക്കാർ? ഡേവിഡ് കോൾമൻ ഹെഡ്ലി ആയിക്കോട്ടെ, താവൂർ റാണ ആയിക്കോട്ടെ. ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി അന്വേഷണം നടത്തണം. ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ മാതിരി താവൂർ റാണയോട് ചോദിക്കണം. പ്രശ്നിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഡെഫിനറ്റ് ആയിട്ട് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യണം. അവരെ ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 10-15 കൊല്ലം കഴിഞ്ഞു, പക്ഷെ അവര് അറ്റ്ലീസ്റ്റ് അവരുടെ പേര് പുറത്തു വരണം. ഈ നാട് അറിയണം ഇതിന്റെ പിന്നിൽ നടന്ന ഈ ഭീകരാക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന ആൾക്കാരാരായിരുന്നു. കസബ് മാത്രമല്ല, റാണെ മാത്രമല്ല, ഡേവിഡ് കോൾമൻ ഹെഡ്ലി അല്ല, അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പിന്നിൽ കളിച്ച ആൾക്കാർ വേറെ കുറെ ഇന്ത്യയിലുള്ള ആൾക്കാരായിരുന്നു. അവരെ എക്സ്പോസ് ചെയ്യേണ്ട സമയമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.